മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇയാൾ തരയിൽ സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഭർത്താവ് പ്രിയേഷ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞങ്ങളുടെ സ്ഥലം വരാപ്പുഴ, എറണാകുളം ജില്ലയിലെ വരാപ്പുഴയാണ്. ഞാൻ 2022 10-ാം മാസമാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. കൃപാസനത്തിലെ കാര്യങ്ങൾ, സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും എല്ലാം ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡിന് അന്നൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അന്ന് ഗൾഫിലാണ് പുള്ളി ജോലി ചെയ്തിരുന്നത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിലൊന്നും പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ വിശ്വാസം വളരെ കുറവായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇതെല്ലാം മാറ്റി പറയും, ഇതൊക്കെ ആദ്യത്തെ ഒരു ഇതിൽ തോന്നുന്നതാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ വിചാരിച്ചാൽ മാത്രമേ ഹസ്ബൻഡിന് ഇതിൽ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. എന്നെക്കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല, നീ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞാൻ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം പുള്ളിക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തോ മാതാവിൻ്റെ അത്ഭുതത്താൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പുള്ളിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസം വന്നു തുടങ്ങി. ലീവിന് നാട്ടിൽ വന്നപ്പോൾ പുള്ളി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോയി ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യത്തെ പുതുക്കുകയും ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾക്കപ്പോൾ 3ാമതൊരു കുഞ്ഞിനെ കൂടി വേണമെന്ന് കുറേ നാളായി ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് നിയോഗത്തിൽ വെച്ചില്ല എങ്കിലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി വേണമെന്ന് മാതാവിനോട് പറയുകയുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ അത്ഭുതമെന്നോണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 9ാം മാസത്തിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ രാത്രിയിലാണ് ഡോക്ടർ ഞങ്ങളോട് പറയുന്നത്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറവാണ്, 1.5 മുതൽ 4 ലക്ഷമാണ് നോർമൽ റേഞ്ച്. എൻ്റെ ഇത് 50,000-നും താഴെയായിരുന്നു. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ബ്ലീഡിംഗ് ഉണ്ടാവുകയാണെങ്കിൽ എന്തു തന്നെ വേണമെങ്കിലും സംഭവിക്കാം. ആൾ കോമ സ്റ്റേജിലായി പോകാം, ചലനമില്ലാത്ത അവസ്ഥയിലാകാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇവിടെ നമുക്കതിന് യാതൊരു സൗകര്യവുമില്ല. അതിനാൽ നിങ്ങൾ രാജഗിരിയിലേക്കോ അല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവരും പറയുന്നത്, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രമേ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുകയുള്ളൂ, വേറെ ഒന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പേടിയോ ഒന്നും തന്നെ തോന്നിയില്ല. എല്ലാം മാതാവിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് എഴുതി കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർമാർക്കും സ്റ്റാഫുകൾക്കും എല്ലാം വളരെയധികം അവർക്കായിരുന്നു ടെൻഷൻ, ഞങ്ങളെക്കാളും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്.